പറയുന്നത് പോലെ നിങ്ങൾ കേട്ട അങ്ങൾ പറയും പോലെ ഞാൻ നടത്തും. अगर की है तू वफा मोहम्मद से तो चीजें क्या लौह व कलम तेरा है. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള കലിമയിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത കരാറ് നിങ്ങൾ പാലിച്ചാൽ ഈ ആകാശഭൂമികളാകുന്ന വസ്തുക്കൾ എന്ത് അള്ളാഹു തആലയുടെ വിധി എഴുതുന്ന ലൗഹും കലമും നിന്റെ കയ്യിലേൽപ്പിക്കും. നീ പറയും പോലെ കാര്യങ്ങൾ ഞാൻ നടത്തും. നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മളെല്ലാവരുടെ മുമ്പിലും തലകുനിക്കാൻ തയ്യാറാണ്, എല്ലാവരുടെ മുമ്പിലും കൈനീട്ടാൻ തയ്യാറാണ്. പക്ഷേ എങ്ങനെ റബ്ബിന്റെ മുമ്പിൽ സംഗതിയൊക്കെ ശരി തന്നെ. വല്ലാണ്ട് ഇത് തലയിൽ കയറ്റരുത്. പടച്ചോൻ തരുന്ന പോലെ എങ്ങനെ നടന്നാലൊന്നും ശരിയാവില്ല. കുറച്ചൊക്കെ നമ്മളും വേണം. വല്ലാണ്ട് ഒരു പരിധി വരെയൊക്കെ വേണം. ഒക്കെ നമ്മളെ ദുനിയാവിന് ദോഷം തട്ടാത്ത നിലയിലുള്ള ദീനൊക്കെ മതി. കാര്യം വിട്ട് കളിക്കരുത്. നിസ്കാരം വേണം, നോമ്പ് വേണം, ഖുർആൻ വേണം, ക്ലാസ് കേൾക്കണം, ഒക്കെ വേണം. ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ നമ്മളെ കാര്യം വിട്ടിട്ടാവരുത്. എന്താ കാര്യം? നമ്മളെ കച്ചവടം, നമ്മളെ കൃഷി, നമ്മളെ ഉദ്യോഗം, അതിന് തടസ്സം ഉണ്ടാകുന്ന, അതിന് ദോഷം വരുത്തുന്ന ഒന്നും ഒരു ദീനും നമുക്ക് വേണ്ട. ഒരു വാപ്പ പറഞ്ഞത്, അമ്മാവൻ പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് ജോലി കിട്ടി. ജോലിക്ക് പോയി. ളുഹറിന്റെ സമയമായി, ബാങ്ക് കേട്ടു. ദീനീ പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കുട്ടിയാണ്. അള്ളാഹിന്റെ പേടിയുണ്ട്. ഫലാ വിജയത്തിലേക്ക് ഒരു നിസ്കാരത്തിലേക്ക് വരുന്നു കേട്ടപ്പോ മനസ്സിളകി. അയാൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോയി. മുതലാളി ഞാൻ നിസ്കരിച്ചിട്ടോ. അസറിന്റെ സമയമായി, ബാങ്ക് വിളിച്ചു, നിസ്കരിക്കാൻ പോയി. മഗ്‌രിബിന്റെ സമയമായി, നിസ്കരിക്കാൻ പോയി. ഇശാ നിസ്കരിച്ചു വന്നപ്പോ മുതലാളി പിന്നെ ഭാര്യ മക്കളൊക്കെ പോറ്റണം, കുട്ടികൾക്ക് ചോറോ കഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ജോലിക്ക് വന്നതെങ്കിൽ ജോലിയാണ് വലുത്. അപ്പോൾ പിന്നെ നമ്മളെ ജോലിക്കാരൊക്കെ കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ നിസ്കരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ്. പൊന്നാനി പോയി തൊപ്പിട്ട് വന്നതൊന്നുമല്ല. അപ്പോൾ നമ്മളും നമ്മളെ ആപ്പയും പാപ്പയും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ കാര്യം വിട്ട് കളിക്കാൻ പറ്റൂല. കാര്യം വിട്ട് കളിക്കാൻ പറ്റൂല. കാര്യം എന്താ? കച്ചവടം, കളി, നിസ്കാരം. കാര്യം വിട്ട് കളിക്കാൻ പറ്റൂല. അതുകൊണ്ട് വെറും ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോഴൊക്കെ ജമാഅത്ത് നിസ്കാരത്തിന് ഓടിപ്പോയി ഒരു നിസ്കാരമായിട്ട് കൂടുകയാണെങ്കിൽ നാളെ രാവിലെ മുതൽ ഇൻഷാ അല്ലാഹ് മോൻ വരണ്ട, 5 നേരം പള്ളിയിൽ തന്നെ പോയിരുന്നാൽ മതി. അല്ല, അധ്വാനിച്ചുണ്ടാക്കി ഭാര്യ മക്കളൊക്കെ പോറ്റി അതിൻ്റെ കൂടെ ദീനമൊക്കെ ചോറിൻ്റെ കൂടെ അച്ചാറ് പോലെയൊക്കെ ദീനമാക്കാനുണ്ടെങ്കിൽ മാത്രം നാളെ മുതൽ വന്നാൽ മതി. അല്ലേ? നമ്മളൊക്കെ പറയാറില്ലേ? കേട്ടിട്ടില്ല അനുഭവങ്ങൾ. അപ്പോൾ ഒരു കുട്ടി വിചാരിച്ചു എനിക്ക് റിസ്ക് തരുന്നത് പടച്ചോനാണ്, ഇതില്ലെങ്കിൽ വേറെ ജോലി പടച്ചോൻ തരും അന്ന് പറഞ്ഞു. മുതലാളി എനിക്ക് ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകണം, ജമാഅത്ത് നിസ്കരിക്കണം, ബാക്കി എന്ത് കാര്യം ഞാൻ ചെയ്യാം, നീ വരണ്ട. മുതലാളി ജോലിക്ക് റെക്കമെൻഡേഷൻ ചെയ്ത അമ്മോനെ വിളിച്ച് പറഞ്ഞു, പിന്നെ ഒരു കാര്യം എന്താ, നമ്മൾ തമ്മിൽ വലിയ ലോകത്തിലാണ്, നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് അവനെ ഞാൻ ജോലിക്ക് എടുത്തത്. പക്ഷെ അവനിപ്പം ജോലി കാര്യമൊന്നുമല്ല വലുത്, 5 നേരം സ്കരിക്കാൻ പള്ളിയിലേക്ക് ഓടണ പണിയാണ്. സ്കരിക്കണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ജോലി കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്ത് ളുഹർ നിസ്കാരം, ഒരു ബാങ്ക് അസറിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് പോവാൻ സ്കരിക്കാൻ സലാം വിട്ടിരിക്കുമ്പോഴേക്ക് അസർ ബാങ്ക് വിളിച്ച് സുർ നിസ്കരിച്ചിട്ട് വേഗം വരിക. പിന്നെ മഗ്‌രിബ് ഇശായും കൂടെ രാത്രി 10 മണിക്ക് വീട്ടിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക. അങ്ങനെയൊക്കെ അല്ലാതെ അവൻ പറഞ്ഞു എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു. അവിടെ പിന്നെ നാളെ മുതൽ വരണ്ടെന്നും പറഞ്ഞു. അപ്പം അമ്മ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എന്താ എനിക്ക് ഭ്രാന്തായിക്കണോ, അതൊക്കെ സുഖമില്ലാണ്ടായിക്കണോ, ഒരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ 4 ആളെ കയ്യും കാലും പിടിച്ചിട്ടാ പണിയൊക്കെ കിട്ടുന്നത്. ഞാൻ അയാളുടെ മുമ്പിൽ വഷളായില്ലേ? നീ എൻ്റെ ഇതായിട്ട് പടച്ചോൻ തരുന്ന നീ നടന്നോ, പിന്നെ പെങ്ങന്മാരെയൊക്കെ നോക്കിക്കോ. ഒരു ദീന് ആര് പഠിപ്പിച്ചു? ഭ്രാന്തന്മാരെ കൂടെ നടന്നിട്ട് കെട്ടുംപാണ്ടായിട്ട് ഇസ്ലാം ദീൻ്റെ തലയിൽ കയറ്റി നടക്കണം. അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ, അമ്മി എന്ന് ചോദിച്ച് നടക്കണമായി. തെറ്റുണ്ടോ തിരുത്താൻ നിസ്കരിക്കാത്തവരുണ്ടോ, നിസ്കരിപ്പിക്കാൻ നടക്കണം. കുറെ ഭ്രാന്തന്മാർ ഓരോ കൊടുത്ത് കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കണം ഇതൊന്നും നിൽക്കണ്ട, പ്രശ്നമായി. അപ്പോൾ നമുക്ക് ദീൻ വേണ്ടത് നമ്മുടെ ദുന്യാവിനൊന്നും തടസ്സമില്ലാത്ത അതൊക്കെ മതി. പിന്നെ കച്ചവടമല്ലേ, കച്ചവടം
അത് അതിൻ്റെ റോട്ടിൽ പോകണം. അവിടെ നിങ്ങൾ ഹലാൽ ഹറാം ഒന്നും ശരിയാവില്ല. അവിടെ അതിൻ്റെതായ ചില മാർഗങ്ങളുണ്ട്. പിന്നെ അള്ളാഹ് ഗഫൂർ റഹീമാണ്. അള്ളാഹ്ക്ക് അറിയാലോ. നമുക്ക് ഒരു പരിധി വരെയൊക്കെ അല്ലേ ദീനും ഹലാലും ഹറാമൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ കച്ചവടത്തിൽ പുരോഗതി ഉണ്ട്. ആ മുട്ടായി തെരുവിൽ ഷോപ്പുണ്ട്, തുണി റെഡിമെയ്ഡ് ഷോപ്പാണ്, അല്ലെങ്കിൽ വേറെ സാധനങ്ങളാണ്. അപ്പം അങ്ങനെ ഇപ്പം നമ്മളെ കൂട്ടുകാരൻ നമ്മളെ ഉസ്താദ് ഉപദേശിച്ചു. ഉസ്താദ് ബിലീസ് ഇവർ പറയുമ്പോഴാണ് നമ്മൾ നടന്ന് ശീലിച്ച്. മുപ്പര് പറഞ്ഞ് പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു വലിയ ബാനർ എഴുതി വെക്കാം, കട കാലിയാക്കൽ, വമ്പിച്ച വിറ്റഴിക്കൽ വിൽപ്പന. ഞാനാണ് അവിടെ ചോദിച്ചു. അപ്പം പുറത്ത് കുട്ടികളൊന്ന് ഇതാ കട കാലിയാക്കാണ്, ഷോപ്പ് കാലിയാക്കാണ്, 50% കുറവ്, 75% കുറവെന്നു. അപ്പോൾ ഗ്രാമീണരായ ആൾക്കാരിങ്ങനെ വന്ന് കയറി. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഡ്രസ്സിൻ്റെ വില എത്ര? അപ്പോൾ 125 ഉറുപ്പ്യ ഇട്ടിട്ടുണ്ട്. അത് വെട്ടിയിട്ട് 75 ഉറുപ്പ്യ. 125 ഉറുപ്പ്യല്ല, 50 ഉറുപ്പ്യൻ്റെ കുറവുണ്ട്. അൽഹംദുലില്ലാ. ഒന്നും കൂടി ഒന്ന് കഴുത്തിൽ പിടിച്ചു നോക്കാം ഇയാളെ. അല്ല ഇത് 60 തരുമോ? 60 തരില്ല. നിങ്ങൾക്കറിയാലോ 125ൻ്റെ സാധനമാണ്, ഞങ്ങൾ 75 വിൽക്കുന്നതാണ്. 50 ഉറുപ്പ്യൻ്റെ നഷ്ടമുണ്ട്. കട കാലിയാക്കിയിട്ട് വേറെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, 70 എടുത്തോളി, 5 ഉറുപ്പ്യ നമ്മൾ കുറച്ച് തരാം. അൽഹംദുലില്ലാ 5 കൂടിയും കിട്ടി. 55ൻ്റെ ലാഭമായി. അത് വേഗം മേടിച്ച് പാക്കറ്റൊക്കെ ആയിട്ട് പോയി. അപ്പുറത്ത് വേറെ കടയിൽ ചെന്ന് ഇതേപോലെ സാധനമുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പിന്നെ ഇതെന്താ വില? 125 ആവും. ഇപ്പോൾ 70 കിട്ടി, 55ൻ്റെ കുറവുണ്ട്. ചോദിച്ചപ്പോൾ എന്താ വില? 50 ഉറുപ്പ്യ. 50? ആ 50. അള്ളാൻ്റെ പഹയാ നിന്നെ പറ്റിച്ചല്ലോ അല്ലേ? അങ്ങനെ കച്ചവടം പൊടി പൊടിക്കുകയാണ്. അങ്ങനെ ഒരാൾ ചെയ്തപ്പോൾ രണ്ടാമത്തെ ആക്കുന്നു തോന്നി, മൂന്നാമത്തെ ആക്കുന്നു തോന്നി. എല്ലാ ഭാഗത്തും ഇങ്ങനെ വിറ്റഴിക്കൽ, വിൽപ്പന, കടകാലിയാക്കൽ, അങ്ങനെ കച്ചവടം പൊടി പൊടിക്കുകയാണ്. പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഉഷാറായ മൊബൈൽ ഫോണുണ്ട്, ബൈക്കുണ്ട്, വീടുണ്ട്, മേടിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ഒരു ദിവസം പെട്ടെന്ന് ഉസ്താദേ ദ്വാരക്ക് അതെ മുട്ടായിത്തറുകൾ തീപിടുത്തം പൊട്ടിത്തെറിച്ചിരിക്കണ അതാണ് വടക്ക കടക്ക് തീപിടിച്ച് നമ്മളെ ആൾക്കാരെ കടന്നെ അധികം തീപിടിച്ച് എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ട് കോടികളുടെ നഷ്ടം. എല്ലാം പോയി. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി വിളിച്ച് സ്ഥാനാർക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല, എല്ലാം പോയി. എങ്ങനെ പോയി? തട്ടിപ്പറിച്ചെടുത്തത് പൊട്ടിത്തെറിച്ച് പോകുന്നു. തട്ടിപ്പറിച്ചെടുത്ത് പൊട്ടിത്തെറിച്ച് പോകും. പൊട്ടിത്തെറിക്കാതിരുന്നതിലാണ് നമുക്കൊക്കെ അത്ഭുതം. അതെന്നോടൊന്ന് വേനയ്ക്ക് ഇപ്പോഴാണ് ഒരു സമാധാനം ആയത്. നമുക്കൊക്കെ ബേജാറായിരുന്നു. പടച്ചോന് ഇങ്ങനെയൊക്കെ കണ്ടിട്ടും പടച്ചോൻ എന്തേ ഒന്നും ചെയ്യാത്തത്, ഒന്നും സംഭവിക്കാത്തത്. ഇപ്പോൾ ഉറപ്പായി പടച്ചോൻ ഉണ്ട് എന്നുള്ള കാര്യം. കുറച്ചും കൂടി ഉറപ്പ് കൂടി. കാരണം ഇത് നേരത്തെ സംഭവിക്കേണ്ടതാണ്. ഒരാൾ പശുവിനെ പോറ്റിയിട്ട് പാല് കറന്ന് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ശുദ്ധമായ പാല് വിറ്റ് ജീവിക്കുന്ന അവിടെ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ അരിഷ്ടിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ നമ്മളടുത്ത് വരണ മാതിരി ഉസ്താദ് ഉപ്പരടുത്തും പോയി. എടാ ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. പാല് ശുദ്ധമായ പാല് മാത്രം കൊടുത്താൽ എനിക്ക് ഇത്ര പൈസ കിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂടി ചേർത്താൽ പാലിൻ്റെ അളവ് കൂടും, അപ്പോൾ പൈസ കിട്ടുന്നത് കൂടും. ഇപ്പോഴത്തെ ചിലവ് അതുപോലെ തന്നെ ആക്കിയിട്ട് കുറേശ്ശെ പൈസ എടുത്തു വെച്ചാൽ പൈസ കുറച്ച് കൂടുതൽ വരുമ്പോൾ എനിക്ക് വേറൊരു പശുവിനും കൂടി മേടിക്കാം. 2 പശുവോ 3 പശുവോ 4 പശുവോ അങ്ങനെ എനിക്ക് പുരോഗമിച്ചു പോവാം. അത് വേണോ? അങ്ങനെ തന്നെ. വേണോ? 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മസംഘടനമൊക്കെ നടന്നപ്പോൾ പിന്നെ മറ്റാൾ ജയിച്ച്, അതായത് ഉസ്താദ് ജയിച്ച്. അങ്ങനെ തന്നെ അങ്ങനെ പാല് വെള്ളം കൂട്ടാൻ തുടങ്ങി, പൈസ കൂടാൻ തുടങ്ങി. പൈസ കുറേശ്ശെ കൂടി എടുത്തു വെച്ച് കുറുക്കി കൂടി പൈസ ഇട്ട് അവസാനം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു പശുവിനെ കൂടെ അടിച്ചാണ്. ഇപ്പം എങ്ങനെ ഉണ്ട് നിങ്ങൾ? ഹലാലും ഹറാമും നല്ല വെള്ളം കൂട്ടാൻ പാടില്ല എന്നുള്ള വർത്താനമൊക്കെ ആയിട്ട് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ കഴിയും. ഇപ്പോൾ 2 പശുവായില്ലേ? 2 പശുവായി. അങ്ങനെ കറന്നും വിറ്റും നിൽക്കുമ്പോൾ ഒരു ദിവസം 2 പശുക്കളെയും കൊണ്ട് പുഴയിൽ കുളിക്കാൻ പോയതാണ്. കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മലവെള്ളം വന്നു. മലവെള്ളം വന്ന് പെട്ടെന്നായിരിക്കും വരിക. ആ ശക്തമായ പ്രവാഹത്തിൽ ഈ 2 പശുക്കളെ രക്ഷിക്കാൻ ശ്രമിച്ചതിൽ 2ാമത്തെ പശു ഒലിച്ചു പോയി വെള്ളത്തിൽ. ആദ്യത്തെ കയറാ കിട്ടി. അതിനെ പിടിച്ച് അതിനും കൊണ്ട് കരക്ക് കയറി ഇത് പോയി, വെള്ളത്തിൽ പോയി. അത് ചത്ത്. അയാൾ വീട്ടിൽ വന്ന് കരാൻ തുടങ്ങി. എൻ്റെ പശു പോയി, എൻ്റെ പശു ചത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര
അപ്പോൾ അടുത്ത വീട്ടിലെ ജോക്ക്